കിം ഗഹനം, ഇതാണ് ചോദ്യം. ഗഹനമായത്, അഗാധമായത്, നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്തത് എന്താണ്? ഈ ലോകത്തിൽ ഏറ്റവും ഗഹനമായത് എന്താണ്? ഏറ്റവും ആഴമേറിയത് എന്താണ്? അഥവാ തിരിച്ചറിയാൻ പ്രയാസമുള്ളത് എന്താണ്? മറുപടി സ്ത്രീചരിതം. സ്ത്രീകളുടെ ചരിതമാണ് തിരിച്ചറിയാൻ പ്രയാസമുള്ളത് എന്നാണ് മറുപടി. ഇവിടെ സ്ത്രീകളുടെ എന്ന് പ്രത്യേകമായി പറഞ്ഞത് ചർച്ച നടക്കുന്നത് പുരുഷന്മാർ തമ്മിൽ ആണ് എന്നതുകൊണ്ടായിരിക്കാം. അഥവാ ഇവിടെ ഗുരുശിഷ്യ സംവാദമാണെങ്കിൽ അവിടെ ശിഷ്യൻ പുരുഷനാണ് എന്നതുകൊണ്ടായിരിക്കാം. അതാണ് യുക്തിപൂർവം നമുക്ക് എത്തിച്ചേരാവുന്നൊരു നിഗമനം. അപ്പോൾ മനുഷ്യൻ്റെ ചരിതം, വ്യവഹാരം അത് മനസ്സിലാക്കാൻ എളുപ്പമല്ല. കാരണം പുറമേ പെരുമാറുന്നത് പോലെ ആയിരിക്കില്ല അകത്തുള്ള ഭാവം. നമ്മൾ പുറമേയുള്ള വ്യവഹാരം നോക്കിയിട്ടാണ് ഓരോരുത്തരുടെ ചരിതവും മനസ്സിലാക്കുന്നത്. എന്നാൽ അതിൽ നിന്ന് തീർത്തും ഭിന്നമാവാം അവരുടെ ഉള്ളിലുള്ള ചിന്തകൾ, അവരുള്ളുകൊണ്ട് ചെയ്യുന്നത്. അതുകൊണ്ട് പുറമേ നിന്ന് മനസ്സിലാക്കാൻ ഒട്ടും സാധ്യമല്ല. ഒരാൾ ചിരിച്ച് കാണിച്ചു എന്നുള്ളത് കൊണ്ട് അയാൾക്ക് സ്നേഹമാണെന്നോ സന്തോഷമാണെന്നോ നമുക്ക് കണക്കാക്കിക്കൂടാ. ഒരാൾ തുറന്നെല്ലാം സംസാരിക്കുന്ന ഭാവം കാണിച്ചതുകൊണ്ട് അയാൾ നമ്മളോട് തുറന്ന് സംസാരിക്കുന്നു എന്നർത്ഥമില്ല. ഇത് ലോകവ്യവഹാരത്തിൽ മനസ്സിലാക്കാൻ ഏറ്റവും പ്രയാസം തന്നെയാണ്. അതുകൊണ്ട് കിംഗഹനം, സ്ത്രീചരിതം എന്ന് പറഞ്ഞു. ഉടനെ അടുത്ത ചോദ്യം വരികയാണ്, കശ് ചതുരഹ, ആരാണ് ചതുരൻ? ചതുരൻ സമർത്ഥൻ. ഈ ലോകത്തിൽ സമർത്ഥനായവൻ ആരാണ്? മറുപടി യഹ തേന ന ഖണ്ഡിതഃ, അതിനാൽ മുറിക്കപ്പെടാത്തവനാണ് ചതുരൻ. അപ്പോൾ അതിനാൽ എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പ് പറഞ്ഞതിനാൽ, സ്ത്രീചരിതത്താൽ. ഇപ്പോൾ സ്ത്രീകൾ ആചരിക്കുന്നതിനാൽ, സ്ത്രീകളുടെ വ്യവഹാരത്താൽ മുറിക്കപ്പെടാത്തവനാരോ ഛേദിക്കപ്പെടാത്തവനാരോ അവനാണ് ചതുരൻ, സമർത്ഥൻ. അവൻ മാത്രമാണ് ലോകജീവിതത്തിൽ വിജയിക്കുന്നത്. ഇവിടെ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിക്കാൻ തോന്നുകയാണ്. പുരുഷൻ സ്ത്രീയാലും സ്ത്രീ പുരുഷനാലും ഒരുപോലെ ആകർഷിക്കപ്പെടും. അതുകൊണ്ട് തന്നെ ഇവിടെ പുരുഷനായ ശിഷ്യനോട് പറയുന്നത് കൊണ്ടാവണം ഈ സ്ത്രീചരിതവും സ്ത്രീചരിതത്താൽ ഖണ്ഡിതനല്ലാത്തവനും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക. സ്ത്രീയോടാണ് പറയുന്നതെങ്കിൽ അവിടെ പുരുഷൻ്റെ നോട്ടങ്ങളാൽ അല്ലെങ്കിൽ പുരുഷൻ്റെ വ്യവഹാരത്താൽ പുരുഷൻ്റെ പ്രലോഭനങ്ങളാൽ വീഴ്ത്തപ്പെടാത്തവൾ ആരോ അവളാണ് ചതുര എന്ന് പറയേണ്ടി വരും. വിപരീത ലിംഗം എന്നുള്ള അർത്ഥം ഇവിടെ എടുത്താൽ മതി. കാരണം വിപരീത ലിംഗത്തിലൂടെയാണല്ലോ കാമൻ പ്രവർത്തിക്കുന്നതും നമ്മെ വിവേകശൂന്യരാക്കുന്നതും. അതുകൊണ്ട് ആ ഒരർത്ഥം എടുക്കുന്നതാണ് ഉചിതം.